ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ചോക്ലേറ്റ് സോസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ വേഗത്തിൽ തന്നെ കുറഞ്ഞ ചേരുവ വെച്ചിട്ട് എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുന്നൊരു നല്ലൊരു കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ തയ്യാറാക്കിയിട്ടെടുത്തിട്ടുള്ളൊരു ചോക്ലേറ്റ് സോസാണ്. അപ്പോൾ ഈ ഒരു സോസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് അളവിൽ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ കോക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് വേണ്ടത് കോൺഫ്ലവർ പൗഡറാണ്. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ പൗഡർ ചേർത്തെടുത്തിട്ടുണ്ട്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു കപ്പ് അളവിൽ പഞ്ചസാര ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇതൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്കിതൊരു മീഡിയം ലോ ടു ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടിന്യൂ ആയിട്ട് തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, ഇല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ ഒരു തിക്നെസ് വരുന്നത് വരെ നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിക്കായി വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. അപ്പോൾ ഒരു തിക്കായി എന്ന് തോന്നുമ്പോൾ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ബട്ടർ ഒന്ന് ഇതിൽ നല്ലപോലെ ഒന്ന് മെൽറ്റാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളിതുപോലെ ചോക്ലേറ്റ് സോസ് വീട്ടിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ കുട്ടികൾക്ക് ചപ്പാത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ ഒക്കെ കൂടെ കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഒരു സോസ് തയ്യാറാക്കി നോക്കുക കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം തിക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നല്ല പോലെ ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ ഒന്ന് നല്ല തിക്കായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കുട്ടികൾക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ ബ്രെഡിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ കേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നല്ലൊരു സോസാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും ഒരു നല്ല റെസിപ്പി ആയിട്ട് വരുന്നതാണ്. അസ്സലാമു അലൈക്കും.